നമസ്കാരം. സഞ്ജു സാംസൺ കയ്യിൽ കിട്ടുന്ന അവസരങ്ങൾ കളയാനായിട്ട് മിടുക്കനാണ്. ഇത് പറയാനായിട്ടുള്ള കാര്യം, ഇപ്പോൾ ഏറ്റവും അവസാനം ഇന്ത്യ vs പാകിസ്ഥാൻ മത്സരത്തിൽ ഒരു സുവർണാവസരമായിരുന്നു സഞ്ജു സാംസൻ്റെ മുന്നിലുള്ളത്. അതായത് ഗില്ലും അഭിഷേക് ശർമ്മയും ഒരു സൂപ്പറായിട്ടുള്ള ഇന്നിങ്സ് കളിച്ച് വളരെ സേഫായിട്ടുള്ളൊരു പൊസിഷൻ ടീമിനെ എത്തിക്കുമ്പോഴാണ് സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. അവിടുന്ന് ഒരു റൺ റേറ്റിൻ്റെ പ്രഷറില്ല, ഒരു രീതിയിലുള്ള പ്രഷറില്ല. അവിടുന്ന് ടീമിനെ ജയിപ്പിച്ചാൽ മാത്രം മതിയായിരുന്നു. ടൈമുണ്ട്, ബോൾസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സഞ്ജു സാംസൺ അവിടെ പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. അവിടെ നിന്നിരുന്നുണ്ടെങ്കിൽ, ഈ മാച്ച് ഫിനിഷ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇന്ത്യ vs പാകിസ്ഥാൻ ഒരു മത്സരം എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു മത്സരമായിരിക്കും എല്ലാവരും. സോ അവിടെ സഞ്ജു സാംസൺ നിന്ന് ഫിനിഷ് ചെയ്തു എന്നുള്ളൊരു പേര് നേടാനുള്ള അവസരമാണ് സഞ്ജു സാംസൺ അത് മിസ്സാക്കി കളഞ്ഞത്. അതേസമയം തിലക് വർമ്മ നോക്കിക്കഴിഞ്ഞാൽ തിലക് വർമ്മ അത് ഭംഗിയായിട്ട് നിർവഹിച്ചു. സൈൻസ് അഫ്രീദി അവസാനം ഒരു 6 അടിച്ച് മാച്ച് ഫിനിഷ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. സോ അത് സഞ്ജു ചെയ്യേണ്ടതാണ്. സഞ്ജു ഈ മാച്ച് ഫിനിഷ് ചെയ്യുന്ന സ്വപ്നം കണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് വളരെ നിരാശനാണ് ഞാൻ ആ കാര്യത്തിൽ. എന്തുകൊണ്ടെന്നാൽ സഞ്ജു സാംസണും തിലക് വർമ്മയും അവിടെ വന്ന സമയത്ത് കുറച്ച് സ്ട്രഗിൾ ചെയ്തിരുന്നു. അവർ 10 ബോളിൽ 9 റൺസ് 8 റൺസ് എന്നുള്ള രീതിയിലാണ് രണ്ടുപേരും ബാറ്റ് ചെയ്തത്. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് തിലക് വർമ്മ അവിടെ ക്ഷമയോടെ നിന്ന് അടിക്കേണ്ട ബോൾസ് അടിച്ച് ഒരു അവസാനം വന്നപ്പോൾ ഒരു 150+ സ്ട്രൈക്ക് റേറ്റിൽ ഫിനിഷ് ചെയ്യാനായിട്ട് തിലക് വർമ്മയ്ക്ക് സാധിച്ചു. പക്ഷേ സഞ്ജു സാംസൺ 18 റൺസ് അടിച്ചിട്ട് സഞ്ജു സാംസൺ എക്രോസ് അടിച്ചിട്ട് ഔട്ടായി. അതായത് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു ടൈമിങ് കണ്ടെത്താനായിട്ട്. ആ മാച്ചിൻ്റെ പ്രഷർ, ആവശ്യമില്ലാത്ത പ്രഷർ സഞ്ജു സാംസൻ്റെ ഏറ്റെടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഒട്ടും ടൈമിംഗ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന രീതിയിൽ നല്ല രീതിയിൽ പ്രഷർ എടുത്തിട്ടാണ് സഞ്ജു സാംസൺ കളിച്ചത്. പക്ഷേ ഇങ്ങനെയുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ ഉള്ള റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ, പുറത്ത് ഒരുപാട് വിക്കറ്റ് കീപ്പേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് പ്ലേയേഴ്സ് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇഷാൻ കിഷൻ, അതുപോലെ തന്നെ ഋഷഭ് പന്ത്, ധ്രുവ് ജുറേൽ അടക്കമുള്ള മറ്റു പലരും ഈ ഒരു പൊസിഷന് വേണ്ടിയിട്ട് കോമ്പറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടീമിനകത്ത് തന്നെയുള്ള ജിതേഷ് ശർമ്മ അടക്കം. സോ T20 വേൾഡ് കപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യൻ സെലക്ടേഴ്സും എല്ലാ പ്ലേയേഴ്സിലേക്ക് നോക്കുമ്പോൾ ഇനി അവസരങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ ഓപ്പണിംഗ് പൊസിഷൻ ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഓപ്പണിംഗ് പൊസിഷൻ കിട്ടാത്തതുകൊണ്ടാണെന്ന് പറയുമ്പോഴും സഞ്ജു സാംസൺ 5 മാച്ച് ഇംഗ്ലണ്ടുമായിട്ട് ഇന്ത്യയിൽ നടന്ന T20 സീരീസിൽ അടുപ്പിച്ച് ഓപ്പണിങ്ങിൽ അവസരം കിട്ടിയപ്പോൾ സഞ്ജു സാംസൺ അത് എത്രത്തോളം ഉപയോഗിച്ചു എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. അതായത് ഇംഗ്ലണ്ട് സഞ്ജു സാംസണെ ഷോർട്ട് ബോൾ എറിഞ്ഞ് ഔട്ടാക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് ആ സീരീസിൽ വന്നത്. പക്ഷേ 5 മാച്ചിലും ഷോർട്ട് ബോളിൽ തന്നെ സഞ്ജു സാംസൺ ഔട്ടായത് അതൊരു വാശി അല്ലെങ്കിൽ ഒരു ഈഗോ, ഞാൻ അടിച്ച് എങ്ങനെ വന്ന എന്ത് സംഭവിച്ചാലും ഞാൻ ആ ബോളിലായാലും എന്നെ ഔട്ടാക്കാൻ നോക്കിയാലും ഞാൻ അടിക്കും എന്നുള്ളൊരു വാശിയുടെ പുറത്താണ്. അതേസമയം ആ ബോൾ ഒഴിവാക്കി ഷോർട്ട് ബോളിനെ ബുദ്ധിപരമായിട്ട് ഒഴിവാക്കി വിട്ടിട്ട് അത്യാവശ്യം നല്ല സ്കോർസ് അവിടെ 1, 2, 3 ഒരു 30 മുകളിലുള്ള സ്കോറെങ്കിലും അവിടെ കണ്ടെത്തിയിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഗില്ലിനെ ഇവിടെ ഈ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവരുമ്പോൾ എല്ലാവരും ചോദ്യം ചെയ്തേനെ. പക്ഷേ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാൻ വോയിസ് ഇല്ലാതായിപ്പോയത്? സഞ്ജു സാംസൺ ആ ഇംഗ്ലണ്ടുമായിട്ടുള്ള സീരീസിൽ അടിക്കാതിരുന്നത് കൊണ്ടാണ്. ഇനി വേറൊരു വാദം, സഞ്ജു സാംസൺ ടീമിന് വേണ്ടിയാണ് കളിക്കുന്നത്, വ്യക്തിഗത നേട്ടങ്ങൾക്ക് വേണ്ടി അല്ല എന്നുള്ളതാണ്. ആർക്കാണ് നഷ്ടം? ഇപ്പോൾ ഈ ഇംഗ്ലണ്ടുമായിട്ടുള്ള 5 T20 സീരീസിൽ ഒരു മാച്ച് പോലും നല്ലൊരു പെർഫോമൻസ്, എടുത്തു പറയാനില്ലാത്തൊരു പെർഫോമൻസ് ഇല്ലാത്തതുകൊണ്ട് ആർക്കാണ് നഷ്ടം? ഒരുപാട് പേര് പുറത്ത് കാത്തിരിക്കണം. ഇപ്പോൾ ഓപ്പണിംഗ് സ്ലോട്ട് നോക്കി, ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് ഗില്ല് ആദ്യത്തെ 2 കളി കളിച്ചില്ല. പക്ഷേ മെയിൻ മാച്ച് ആൾക്കാർ ശ്രദ്ധിക്കുന്നത് ഇന്ത്യ vs പാകിസ്ഥാൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാച്ച്, പ്രഷർ സിറ്റുവേഷൻ, അവിടെ ആര് പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് സെലക്ടേഴ്സ് ആയാലും അല്ലെങ്കിൽ മൊത്തത്തിൽ ക്രിക്കറ്റിംഗ് വേൾഡ് ഉറ്റുനോക്കുന്നത്. അവിടെ ഗില്ല് പെർഫോം ചെയ്യുകയാണ്, 47 റൺസ് അടിച്ചു. അപ്പോൾ ഗില്ല് അഭിഷേക് ശർമ്മ എന്ന് പറയുന്ന ഓപ്പണിംഗ് കോമ്പിനേഷൻ അവിടെ കുറച്ചും കൂടെ ഉറപ്പിക്കപ്പെടുകയാണ് ഇപ്പോൾ T20 വേൾഡ് കപ്പിനോട്ട് അടുക്കുമ്പോഴത്തേക്ക്. ഇനി പുറത്തേക്ക് നോക്കിയാൽ ജയ്സ്വാലിനെ പോലെ ഒരു ബാറ്റ്സ്മാൻ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈഭവ് സൂര്യവംശിയെ പോലുള്ള യങ് ടാലൻറ്റ് പുറത്ത് കാത്തിരിക്കുകയാണ്. അപ്പോൾ അധികം അവസരങ്ങളില്ല. സഞ്ജു സാംസൻ്റെ കരിയറിൻ്റെ ഏകദേശം ഒരു പകുതിയോളം കഴിഞ്ഞു. ഇനി അധികം ടൈമില്ല. അപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം മുതലെടുക്കാതെ ഓപ്പണിങ്ങോ മിഡിൽ ഓർഡറിലോ എന്ന് നോക്കിയിട്ട് കാര്യമില്ല. ക്യാപ്റ്റനും കോച്ചും സഞ്ജു സാംസനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സഞ്ജു സാംസൺ തന്നെ പറയുന്നുണ്ട്, നമ്മൾ തന്നെ കാണുന്നവർക്കും അറിയാതെ നല്ല രീതിയിൽ ബാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജിതേഷ് ശർമ്മയെ ടീമിലേക്ക് കൊണ്ടുവന്ന സെലക്ടേഴ്സും ഇവരെ 2 പേജിലാണ്. സെലക്ടേഴ്സ് ഗില്ലിനെ വൈസ് ക്യാപ്റ്റനാക്കി ടീമിലേക്ക് കൊണ്ടുവരുമ്പോൾ ഗില്ലിനെ കളിപ്പിച്ചേ പറ്റും. എന്നിട്ട് മിഡിൽ ഓർഡറിൽ കളിപ്പിക്കാൻ സ്വാഭാവികമായിട്ടും അർഹതയുള്ളത് ജിതേഷ് ശർമ്മയ്ക്കാണ്, കാരണം IPL പെർഫോമൻസ് വെച്ചിട്ട്. പക്ഷേ ജിതേഷ് ശർമ്മയെ കളിപ്പിക്കാതെ സഞ്ജുവിനെ ബാക്ക് ചെയ്ത് ക്യാപ്റ്റനും കോച്ചും മിഡിൽ ഓർഡറിലാണെങ്കിലും സഞ്ജു തന്നെ മതി എന്ന് പറഞ്ഞ് കളിപ്പിക്കുമ്പോൾ അത് തിരിച്ച് ആ ഒരു റെസ്പോൺസിബിലിറ്റി തിരിച്ച് കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം തീർച്ചയായിട്ടും സഞ്ജു സാംസൺ ഉണ്ട്. ഈ മാച്ചിൽ ഒമാനുമായിട്ടുള്ള മാച്ചിൽ റൺ അടിച്ചു എന്നുള്ളത് സമ്മതിക്കുന്നു. പക്ഷേ ഒമാനുമായിട്ടുള്ള മാച്ചിലൊന്നും റണ്ണടിക്കുന്ന ആരും കണക്ക് കൂട്ടത്തില്ല. ഇവിടെ അടിച്ചിരുന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്ലസ് ആയിരുന്നു. ഇനി 3 മത്സരങ്ങളാണ് മാക്സിമം ഇന്ത്യക്ക് കിട്ടാനായിട്ടുള്ളത്. ഒരുപക്ഷെ ഇനി ശ്രീലങ്കയുമായിട്ടും ബംഗ്ലാദേശുമായിട്ടും അതിനുശേഷം ഫൈനൽ കളിക്കുകയാണെങ്കിൽ ഫൈനലിലും ഈ 3 മാച്ചിൽ ഏതെങ്കിലും ഒരു മാച്ചിലെങ്കിലും അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഞ്ജു സാംസൺ പെർഫോം ചെയ്തേ മതിയാവും. കാരണം ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ 5 T20 സീരീസ് ഉള്ള ഒരു മാച്ചിലേക്ക് ഓസ്ട്രേലിയയിലേക്ക് ഇന്ത്യ പോകുന്നുണ്ട്. അവിടെ സഞ്ജു സാംസനെ ടീമിൽ നിലനിർത്തുമോ ഇല്ലയോ എന്നുള്ളത്
ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ സഞ്ജു സാംസൺ ഇപ്പോൾ വീണ്ടും കയ്യാലെ പുറത്തെ തേങ്ങ പോലെയാണ്. അതേസമയം നല്ലൊരു ഇന്നിങ്സ് ഇപ്പോൾ പാക്കുമായിട്ടുള്ള മത്സരത്തിൽ അടിച്ചിരുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാനില്ലായിരുന്നു. ഇനി കിട്ടുന്ന അവസരത്തിൽ ഏതെങ്കിലും അവസരത്തിൽ ബാറ്റ് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ നല്ലൊരു ഇന്നിങ്സ് കളിച്ച് അവിടെ ആ സ്ഥാനം ഊട്ടി ഉറക്കും. മിഡിൽ ഓർഡറെങ്കിൽ മിഡിൽ ഓർഡർ അങ്ങനെ ഇന്ത്യ പോലുള്ള ഇത്രയും റിസോഴ്സ് ഉള്ള ഇത്രയും പ്ലേയേഴ്സ് ബെഞ്ചിലിരിക്കുന്ന ഒരു ടീമിനെ സംബന്ധിച്ച് മിഡിൽ ഓർഡറിലേ എനിക്ക് അവസരം കിട്ടിയുള്ളൂ, ടോപ്പ് ഓർഡറിൽ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ കളിക്കത്തില്ല എന്നൊന്നും പറയുന്നത് ഒരു എക്സ്ക്യൂസേ അല്ല. എവിടെ അവസരം കിട്ടിയാലും കളിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അവസരം കിട്ടുവാണെങ്കിൽ കളിച്ച് ഓസ്ട്രേലിയയുമായിട്ടുള്ള T20 സീരീസിലേക്ക് ടീമിലേക്ക് ഇടം നേടാൻ ശ്രമിക്കണം. അവിടെ ഇടം നേടി അവിടെയും പെർഫോം ചെയ്ത് കാണിച്ചു കൊടുത്താലേ T20 വേൾഡ് കപ്പിലേക്കുള്ള ടീമിലേക്ക് സഞ്ജു സാംസനെ ഊട്ടി ഉറപ്പിക്കാൻ ഈ ബാക്ക് ചെയ്യുന്ന കോച്ചിനും ക്യാപ്റ്റനും പോലും പറ്റത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഉത്തരം പറയേണ്ടി വരും മറ്റു പലരോടും. എന്തുകൊണ്ട് ഈ പ്ലെയറിനെ കളിപ്പിക്കുന്നവർക്ക് ഉത്തരം പറയാൻ പറ്റില്ല. പെർഫോമൻസ് ഇല്ലാതെ എന്തുകൊണ്ട് അവർക്ക് ബാക്ക് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ അവരുടെ സപ്പോർട്ടിനെ പെർഫോമൻസ് കൊണ്ട് ബാക്ക് ചെയ്യേണ്ടത് സഞ്ജു സാംസന്റെ ഉത്തരവാദിത്തമാണ്. അത് തീർച്ചയായിട്ടും സഞ്ജു സാംസൺ ചെയ്യും എന്ന് തന്നെ വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ റൈവൽറിയിലേക്ക് വരാം. അതായത് ഇന്ത്യ പാകിസ്ഥാൻ റൈവൽറി ആണല്ലോ ഇപ്പോൾ ചർച്ച. അങ്ങനെ ഒരു റൈവൽറി ഇല്ല എന്നാണ് കുറേ പേരൊക്കെ പറയുന്നത്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അടക്കം പത്രസമ്മേളനത്തിൽ പറയുന്നത് അങ്ങനെ ഒരു റൈവൽറി ഇല്ല, ഇന്ത്യ പാകിസ്ഥാനും ഇപ്പോൾ ഒപ്പത്തിനൊപ്പം അല്ല. റൈവൽറി എന്നൊക്കെ പറയുന്നത് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ടീമിനെയാണ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ എനിക്കതിനോട് യാതൊരു വിധത്തിലും യോജിപ്പില്ല. കാരണം റൈവൽറി എന്ന് പറയുന്നത് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ടീമുകൾക്ക് മാത്രമല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആഷസ് 2005 ഏറ്റവും മികച്ച ടെസ്റ്റ് സീരീസ് ആയിട്ട് നമ്മളെല്ലാം വിലയിരുത്തുന്ന ആഷസ് 2005 ഇംഗ്ലണ്ട് ജയിക്കുന്നതിന് മുമ്പ് ഇംഗ്ലണ്ട് ആഷസിൽ ജയിച്ചത് 1987 അതായത് 18 വർഷം മുമ്പാണ്. ഈ 18 വർഷം കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ട് 2005 ജയിച്ചതുകൊണ്ടാണ് അത്രയും ആവേശവും ഇംഗ്ലണ്ട് ഫാൻസിനും ഇംഗ്ലണ്ടിനും ഒക്കെ അത്രയും ആവേശം ലോക ക്രിക്കറ്റിൽ തന്നെ അത്രയും മികച്ചൊരു സീരീസ് ആയിട്ട് അത് വിലയിരുത്തപ്പെടുന്നത്. സോ റൈവൽറി എന്ന് പറയുന്നത് എപ്പോഴും ഒരേപോലെ നിൽക്കണമെന്ന് നിർബന്ധമില്ല. ഒരു ടീം ചിലപ്പോൾ 1 അല്ലെങ്കിൽ 10 വർഷം താഴേക്ക് പോയേക്കാം, പെർഫോമൻസ് കുറഞ്ഞേക്കാം. പക്ഷേ റൈവൽറി അങ്ങനെ തന്നെ നിൽക്കും. ഇനി നാളെ ഒരു കാലത്ത് പാകിസ്ഥാൻ തിരിച്ചു വന്ന് പെർഫോമൻസിൽ വന്ന് ഇന്ത്യ ബീറ്റ് ചെയ്യുമ്പോൾ പാകിസ്ഥാൻ ടീമിനോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഫാൻസിനോ കിട്ടുന്നൊരു കിക്കുണ്ട്. അതാണ് ആ റൈവൽറിയുടെ പ്രത്യേകത. ഇപ്പോൾ ഇന്ത്യ ഇത്രയും ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് പാകിസ്ഥാൻ ആ ഒരു വിൻ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ഫാൻസിനും അവരുടെ ടീമിനും കിട്ടുന്ന ഒരു കിക്കുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും ഇന്ത്യ പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വന്നിട്ട് ഒരു വിൻ ചെയ്യുമ്പോൾ ഇന്ത്യൻ ഫാൻസിന് കിട്ടുന്ന ഒരു കിക്കുണ്ട്. ആ കിക്കൊക്കെ കിട്ടുന്നത് ഇതുപോലുള്ള പരാജയങ്ങളിലൂടെ പോയിട്ട് പിന്നെ ഒരു വിജയം കിട്ടുമ്പോഴൊക്കെയാണ്. ഇതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ റൈവൽറി അത് അങ്ങനെ തന്നെ നിൽക്കും. ഇത് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു, ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഇന്ത്യ പാകിസ്ഥാൻ ഈസ് എ റിയൽ റൈവൽറി, അതിനകത്ത് യാതൊരു സംശയമില്ല. ഒരുപക്ഷെ പാകിസ്ഥാൻ ഇച്ചിരി താഴോട്ട് പോയിട്ടുണ്ടാവും എന്ന് വെച്ചാൽ ആ ഒരു പോരാട്ടത്തിനോ ആ ഒരു മത്സരത്തിൻ്റെ പ്രാധാന്യത്തിനോ ഒട്ടും കുറവ് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോട് യോജിപ്പില്ല എന്ന് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഇനി ഏഷ്യ കപ്പിൽ ഇന്ന് പാകിസ്ഥാൻ vs ശ്രീലങ്ക മത്സരമാണ്. രണ്ടുപേരും ഒരു മത്സരം പരാജയപ്പെട്ടിട്ടാണ് ഈ മത്സരത്തിലേക്ക് വരുന്നത്. പാകിസ്ഥാൻ ഇന്ത്യയുടെ കൂടെ പരാജയപ്പെട്ടു, ശ്രീലങ്ക ബംഗ്ലാദേശുമായിട്ട് പരാജയപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ മത്സരത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് ടീമിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മത്സരമാണ്. മുന്നോട്ട് ഈ ഏഷ്യ കപ്പിൻ്റെ ഫൈനലിലേക്ക് സ്ഥാനം ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ടീമിനും ജയിച്ചേ പറ്റൂ ഈ മാച്ച്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പാകിസ്ഥാനാണ് കുറച്ചും കൂടെ മുൻതൂക്കം ശ്രീലങ്കയെക്കാട്ടിൽ. കാരണം പാകിസ്ഥാൻ ഇന്ത്യയുടെ കൂടെ കളിക്കുമ്പോൾ, ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ മാനസികമായിട്ട് ഡൗൺ ആവുന്നതും ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളോടൊക്കെ കളിക്കുമ്പോൾ അവർ പുലിയാണ്. അതാണ് അവരുടെ ഒരു പ്രത്യേകത. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനോ അല്ലെങ്കിൽ ബംഗ്ലാദേശോ ശ്രീലങ്കയോടോ ഒക്കെ കളിക്കുമ്പോൾ അവർ പുലിയായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഫുൾ കോൺഫിഡൻസ് അവർക്ക് കളിക്കാനായിട്ട് പറ്റും. പിന്നെ ഇന്ത്യയുടെ കൂടെ ഏറ്റ തോൽവി കഴിയുമ്പോൾ ഒരു തിരിച്ചുവരവുണ്ടല്ലോ, അപ്പോൾ അതിനുവേണ്ടി അവർ തീർച്ചയായിട്ടും ശ്രമിക്കും. ശ്രീലങ്കയും ഒട്ടും മോശം ടീമല്ല, കാരണം അവർ 3 മാച്ചും ജയിച്ചിട്ടാണ് ഇവർ ഈ റൗണ്ടിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ജയസൂര്യയുടെ അണ്ടറിൽ അവർ ഒന്ന് മെച്ചപ്പെട്ട് വരുവാണ് ആ ടീം. അപ്പോൾ ടാലൻസിൻ്റെ കാര്യത്തിൽ അവർക്കും പഞ്ഞമില്ല. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ചില സമയത്ത് അവർ ഡൗൺ ആയി പോകുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് അവരുടെ ഭാഗത്തുനിന്ന് ആ ടീമിൻ്റെ ഭാഗത്ത് നമ്മൾ റീസെൻറ്റ് ടൈംസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ വാശിയേറിയ ഒരു മത്സരം തന്നെയായിരിക്കും പാകിസ്ഥാൻ vs ശ്രീലങ്ക ഇന്ന് നടക്കാൻ പോകുന്നത്. എന്തായാലും അതിൻ്റെ റിവ്യൂമായിട്ട് നമുക്ക് കാണാം, അല്ലെങ്കിൽ മറ്റ് ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ വീണ്ടും കാണുന്നിടം വരെ ബൈ.